Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. Okay. Prayer പറഞ്ഞോട്ടെ. Good afternoon. Good afternoon, Miss. Prayer. Sansi. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ശക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ശക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി വസിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി വസിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. Signing and thought of the day പറഞ്ഞോട്ടാ. Hello. പറഞ്ഞോ. Taught Shinu. Life and time are the world's best teacher. Life has a teacher to make us time, and time teaches to value of life. APJ Abdul Kalam. Okay, signing now. Signing ആരാണ്? Okay, I'm prepared അല്ലേ? ആരില്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് പോർഷൻ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടോ? Needs. Mister, പറഞ്ഞോടാ. frames submit ചെയ്യായിരുന്നു. ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ മറന്നോണ്ടാ. ഓക്കെ, പേര് അയച്ചോട്ടാ. മിസ്സേ അതുപോലെ സെമിനാറും ഉണ്ട് കേട്ടോ മിസ്സേ. ഇന്ന് ടോപ്പിക് ഏതാണ്? ടോപ്പിക്ക് ഒരു 6 ടോപ്പിക് ഉണ്ടായിരുന്നു. വാത്സല്യം. അത് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല. തുടങ്ങിയില്ല. അനുമോള് ഫ്രെയിം കാണിച്ചോട്ടാ. മിസ് ഞാൻ ആദ്യം കാണിച്ചിരുന്നു കേട്ടോ മിസ്. ഫസ്റ്റ് ക്ലാസ്സിലേ ഞാൻ എന്റെ വീട്ടില് വന്നോണ്ട് ഈ ഫ്രെയിം ഇങ്ങോട്ട് കൊടുന്നിട്ടില്ല. ഞാൻ അന്ന് കാണിച്ചിരുന്നു കേട്ടോ മിസ്സേ ആദ്യം. മാം ഞാനും റെഡി ആയിരുന്നു, പക്ഷെ റിലേഷന്റെ വീട്ടിലായതുകൊണ്ട് ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല മാം. ഓക്കെ, അനുമോള് കാണിച്ചില്ലേ ഫ്രെയിംസ്? ഇത് മറ്റേ ടച്ചിങ് ടാബ്ലറ്റ്സ്. ഓക്കെ, ഞാൻ തന്ന ആക്ടിവിറ്റി ആണ് ടച്ച് ടാബ്ലറ്റ്സ്. അതെ അതെ, മറ്റേ സാൻഡ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായി. ടച്ച് ടാബ്ലറ്റ്സിന്റെ ഞാൻ ഫ്രെയിം കണ്ടതായിട്ട് ഓർക്കുന്നു. അന്നേരം മിസ് പറഞ്ഞായിരുന്നു ഇനി നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നേ.
ആ ഓക്കെ 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 അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. രമ്യ 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 ഓക്കെ കാണാം നോക്കട്ടെ. ഫ്രെയിംസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസും ഓക്കേടാ. കുഞ്ഞുടുപ്പളാ അല്ലെ? ആ എല്ലാ മക്കളുടെയാ. സുധാ 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 മാം കാണാവോ സാൻഡ് പേപ്പർ വെച്ചിട്ടുള്ളത്? സാൻഡ് പേപ്പർ കാണാൻ പറ്റുന്നുണ്ട്. ടച്ച് ടാബ്ലറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന ടച്ച് ടാബ്ലറ്റ്സ്. നെക്സ്റ്റ് വുഡ് ആണോ അത്? ആ ഫുഡാണ്. വുഡ് ഓക്കെ കാണാം കേട്ടോ. വെൽക്രോ കണ്ടു. അത് ഇത് ഹുക്ക് കണ്ടു. ഹുക്ക് ബട്ടൺസ് ഇത് സിബ് അഞ്ചെണ്ണം. ഓക്കെ ഓക്കെ വേറെ കാണിച്ചതായിരുന്നേ, കഴിഞ്ഞ തവണ കാണിച്ചായിരുന്നു. ഓക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അനുമോളുടെ ഞാൻ കണ്ടതായിട്ട് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ ഇതില് സൈക്കോളജിക്കൽ നീഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളതൊന്ന് എഡിറ്റ് ചെയ്ത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാക്കാം അത് പറഞ്ഞായിരുന്നു മാം. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ടെസ്റ്റിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആണ്. സൈക്കോളജിക്കൽ നീഡ്സ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഫിസിയോളജിക്കൽ നീഡ്സ് ആക്കാം. ഫസ്റ്റ് നീഡാണ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് എന്ത്? ഫുഡും വാട്ടറും അല്ലെ? പറഞ്ഞോളാം. ഞാനൊന്ന് കാണിക്കട്ടെ. ഓക്കെ കാണിച്ചോ. ഒരു മിനിറ്റ്. ഓക്കെ വുഡാണോ? എന്തോ ചെയ്തിരിക്കണേ? അത് വുഡാണ്. ഓക്കെ ആ ഫ്രെയിമിന്റെ ഉള്ളിൽ ഓരോന്ന് വെച്ചാൽ മതി. ഓക്കെ 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 ഹൂക്കിൻ്റെത്, പിന്നെ ഇത് സിബ്, പിന്നെ മറ്റേ ഹൂക്ക്. ഇത് ചെയ്യോ? എന്താണ് സ്റ്റിച്ച് ചെയ്യോ? സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഓക്കേടാ. പിന്നെ സാധാ ഷർട്ടിന്റെ മറ്റേ സാൻഡ് പേപ്പർ വാങ്ങിന്, പക്ഷെ കട്ട് ചെയ്തിട്ടില്ല മിസ്, അതുകൊണ്ട് കാണിക്കാം. ഓക്കേടാ നോക്കിയിട്ട് ചെയ്താ. ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇനി ക്ലാസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാം ടച്ച് ടാബ്ലറ്റ് കാണിക്കട്ടെ? ഹസ്ന കാണിച്ചോ. കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലടാ കാണാൻ പറ്റുന്നില്ല. ഒന്ന് ബ്ലാക്ക് ടേബിളുമ്പോ ബ്ലാക്ക് വന്നപ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതാ. ക്യാമറ വെച്ചേ ഹസ്ന. ക്യാമറ തിരിച്ചു പിടിക്കടാ. അതിന്റെ ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ കിട്ടും. ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റും. ഇപ്പൊ കാണാണ്ടാ. ഇപ്പൊ കണ്ടു. ഓക്കെ കേട്ടോ. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാലോ. അപ്പൊ നമ്മള് ഇതില് ഇങ്ങനെ കിടക്കണോണ്ട് എപ്പോഴും സൈക്കോളജിക്കൽ നീഡ്സ് ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങൾ എന്നെ ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. സൈക്കോളജിക്കൽ നീഡ്സ് അല്ല ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഞാൻ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞുള്ളതാ.
ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഫുഡും വാട്ടറും, അല്ലെ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ ഒരു ചർച്ചയിലേക്ക് വരുന്നത്, അല്ലെ? സോ ഫുഡ് പ്രൊവൈഡ് എനർജി ടു ഡു വർക്ക്സ്. അപ്പോ ഫുഡാണ് നമുക്ക് വേണ്ട എനർജി, നമുക്കൊരു വർക്ക് ചെയ്യാൻ വേണ്ട എനർജി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഫുഡാണ്. ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും മെയിൻ്റെനൻസിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടറാണ് ഫുഡ്. ഓക്കെ, 1 മിനിറ്റ്. എന്റെ വീഡിയോ ബ്ലർ ആയിട്ട് എങ്ങനെ തോന്നുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ട് മാം. സ്റ്റക്ക് ആവുന്നു ചെറുതായിട്ട്. എനിക്കും തോന്നി. ഞാൻ എന്താ പറയാ, ഭയങ്കരമായിട്ട് ബ്ലർ പോലെ. ജസ്റ്റ് 1 മിനിറ്റ്. വോയിസ് കേൾക്കാം അല്ലേ? പക്ഷെ ഫേസ് ഇങ്ങനെ ബ്ലർ ആവുന്നു. ഓക്കെ കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഓക്കെയാണ് മാം. അപ്പൊ നമ്മൾ പറയുന്നത് ബേസിക് ആയിട്ടുള്ള നീഡാണ് എന്ത്? ഫുഡും വാട്ടറും. നമുക്ക് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. അതേപോലെ പ്രൊട്ടക്ട് ഫ്രം ഡിസീസ് ആൻഡ് പെർഫോം സൈക്കോ സോഷ്യൽ ഫങ്ഷൻ ടു. നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും വേണം. അത് എത്ര എമൗണ്ട് ആണ്, എന്തൊക്കെയാണ് ന്യൂട്രീഷ്യസ് ഫുഡ്, എന്തെല്ലാം കമ്പോണൻസ് ആണ് ഫുഡിൽ നിന്നൊക്കെ നമ്മൾ നോക്കി അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫുഡും ബാലൻസ്ഡ് ആയിട്ടൊക്കെ ഫോളോ ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത് എന്താണ്? വാട്ടർ ആണ്, അല്ലെ? 75% എന്താണ്? വാട്ടർ ആണ്. വാട്ടർ ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് മെനി ബോഡി ഫങ്ഷൻ. വാട്ടർ ആണ് നമ്മുടെ ഭൂരിഭാഗം ബോഡി ഫങ്ഷൻസും റെഗുലേറ്റ് ചെയ്യുന്നത്. സോ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫുഡും വാട്ടറും അറ്റ് റൈറ്റ് ടൈം ഹെൽപ്പ് ദ ചൈൽഡ് ടു സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ഒരു കുട്ടി നല്ല ഹെൽത്തിയും ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡും വാട്ടറും കറക്റ്റ് ടൈമിൽ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളുണ്ടാവും, അല്ലെ? അവർക്ക് നമ്മൾ എങ്ങനെ വിശന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഭയങ്കര വയലന്റ് ആവും, അല്ലെ? ഭയങ്കര കുറുമ്പന്മാരായിട്ട് തോന്നും. എന്താണ്? അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡും വാട്ടറും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. എന്റെ മോനതെ, വിശന്നാൽ പിന്നെ പിടിച്ച ആളെ കിട്ടൂല, ആള് ഇത്തിരി കുറുമ്പാവും. അല്ലെങ്കിൽ ആള് നല്ല കുട്ടിയായിട്ട് നിൽക്കുള്ളൂ. നെക്സ്റ്റ് ഫാക്ടറാണ് ക്ലോത്തിങ്. ക്ലോത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ, നമ്മളെപ്പോഴും സീസണബിൾ ക്ലോത്തുകൾ കുട്ടികളെ വിയർ ചെയ്യിപ്പിക്കാം. എന്നുവെച്ചാൽ സീസൺ അനുസരിച്ചിട്ടുള്ള ക്ലോത്തുകളായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് വിയർ ചെയ്യേണ്ടത്. നമുക്കിപ്പോ വരാൻ പോകുന്ന സീസൺ സമ്മർ ആണ്, അല്ലെ? വിന്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കനമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മള് വിയർ ചെയ്യുന്നത്. എന്നാലും നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് വിന്റർ സീസൺ എന്ന് പറയുന്നത് ആകെ നൈറ്റ് മാത്രം കുറച്ച് തണവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മാത്രം നമ്മൾ നല്ല ചൂടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വിയർ ചെയ്യാം. അല്ലാത്ത ടൈമിലൊക്കെ നല്ല ചൂടാണ്, അല്ലെ? അപ്പോ നമ്മൾ കോട്ടന്റെ ക്ലോത്തുകളും കാര്യങ്ങളും വിയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അല്ലെ? കോട്ടന്റെ ക്ലോത്തുകൾ. അതേപോലെ മഴക്കാലത്താണെങ്കിലോ, മഴക്കാലത്ത് ഏത് ക്ലോത്താണ് നല്ലത്? നൈലോണിന്റെ ക്ലോത്തുകളായിരിക്കും കുറച്ചും കൂടി പ്രിഫറബിൾ. കാരണം വെള്ളമൊക്കെ കൂടുതലായിട്ട് പോവാനൊക്കെ എളുപ്പം നൈലോണിന്റെ ക്ലോത്തുകളാണ്. അപ്പൊ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ദ ക്ലോത്ത് കീപ് ദ ചൈൽഡ് സേഫ് ഫ്രം ക്ലൈമാറ്റിക് ചേഞ്ചസ്. ക്ലൈമാറ്റിക് ചേഞ്ചസ് അനുസരിച്ചിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം. Clothes have to be comfortable not only to delicate skin of the child but should also let free movements of limbs. ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളും കൊടുക്കരുത്. ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വലുതായിട്ടുണ്ടെങ്കിലും പഴയ യൂണിഫോം ഒക്കെ തന്നെ ആയിരിക്കും വിയർ ചെയ്യുന്നത്. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഏജ് അല്ല, അവരുടെ ആ ഒരു പ്രകടനത്തിനനുസരിച്ചുള്ള മാച്ച് ആയിരിക്കില്ല. അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ ആയിട്ടായിരിക്കും അവർ യൂണിഫോമും കാര്യങ്ങളൊക്കെ വിയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. ചിൽഡ്രൻസ്
frequent movements of limbs. ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കരുത്. Children feel very pleased when their garments have attractive design and color. കുട്ടികൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ, നല്ല അട്രാക്റ്റീവ് ഗാർമെന്റ്സും ഡിസൈൻസും കളേഴ്സ് ഒക്കെ ഉള്ള ഡ്രസ്സ് ആണെങ്കിൽ കുട്ടികൾ നല്ല ഹാപ്പി ഒക്കെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലോത്തുകൾ ഒരുപാട് വീട്ടില് വെറുതെ വെച്ചിട്ടുണ്ടാവും അല്ലെ, മാറ്റി മാറ്റി അവർക്ക് ഓരോ ടൈം കഴിയുമ്പോഴും നമ്മൾ ക്ലോത്തും കാര്യങ്ങളൊക്കെ മാറ്റും അല്ലെ. ചിലപ്പോ 1-2 പ്രാവശ്യം മാത്രം ഇട്ട ക്ലോത്ത് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലെ. മാക്സിമം അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ഇപ്പൊ നമ്മൾ എന്താ പറയാ തെരുവിലൊക്കെ ജീവിക്കുന്നവർക്കെന്ന് വെച്ചാല് അവർക്ക് നല്ല ഡ്രസ്സുകൾ പോലും പ്രോപ്പർ ആയിട്ട് വിയർ ചെയ്യാനായിട്ട് ഉണ്ടാവണമെന്നില്ല. സോ അവർക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പഠിച്ചത് കലൂരാണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബസ് സ്റ്റാൻഡില് നമ്മളിങ്ങനെ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ചെറിയ കുട്ടികൾക്ക് 5 വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആയിരിക്കും നമ്മള് വന്നിങ്ങനെ എന്താ പറയാ ഇതന്നെ ഭിക്ഷാടനം. ശരിക്കും കുറെ പിള്ളേരുണ്ട് പലവട്ടമായിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ അങ്ങനെയൊക്കെ പോകണം. പക്ഷെ കാണാനായിട്ട് നല്ല സുന്ദരി കുട്ടികളായിരിക്കും, നല്ല കുഞ്ഞി കുട്ടികൾ, നല്ല ക്യൂട്ടാണല്ലോ ആ ഏജിലെ കുട്ടികളെ കാണുമ്പോൾ, ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ എനിക്ക് തന്നെ വിഷമം തോന്നാറുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ വെറുതെ കളയാനേക്കാളും നല്ലത് ആർക്കെങ്കിലും കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ചിലപ്പോ അവർക്കത് സന്തോഷമായിരിക്കും, അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്രയും നല്ല ഡ്രസ്സ് അവർക്ക് കിട്ടുന്നത്, ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ നമ്മള് ക്ലോത്തും കാര്യങ്ങളും വെറുതെ വേസ്റ്റ് ചെയ്യാതെ നമ്മളത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാണ് വേണ്ടത്, മറ്റുള്ളവർക്ക് കൊടുത്തേക്കുക, നല്ലതായിരിക്കും. കാരണം നമ്മുടെ കുട്ടി വലുതായി കഴിയുമ്പോൾ പിന്നെ ആ ഡ്രസ്സ് അവൾ എന്തായാലും വിയർ ചെയ്യില്ല. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി കുട്ടികൾക്ക് വേണ്ടത് സ്ലീപ്പും റെസ്റ്റും ആണ് അല്ലെ. കുട്ടികൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ അവർ നല്ല രീതിയിൽ ഉറക്കം വേണം. എത്ര മണിക്കൂർ ഉറങ്ങണം? ചെറിയ കുട്ടികളാണെങ്കിൽ കൂടുതൽ ഉറക്കം വേണം അല്ലെ. എത്രയാണ്? 6 to 8 ആണ്. അത് നമ്മള് 6 മണിക്കൂർ ചെറിയ കുട്ടികളാണ് 10 മണിക്കൂർ വരെ. കുഞ്ഞു കുട്ടികൾ 10 മണിക്കൂർ വരെ. ഓക്കെ. കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിലോ 8 hours മിനിമം 8 hours ഉറങ്ങണം. ഓക്കെ, 8 hours ഉറങ്ങാം. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ ടൈം ഇന്റർവെൽ ഒന്നും വേണ്ട, അവരുടെ ഉറക്കം വരുമ്പോ അവർ ഉറങ്ങിക്കോളും, ചെറിയ കുട്ടികൾക്ക് കേട്ടോ. ഓക്കെ, അവര് ഉറങ്ങിയാലേ വളരുള്ളൂ അല്ലെ. അവര് ഫുഡൊക്കെ കഴിച്ചത് പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ, ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പും കാര്യങ്ങളും കുട്ടികൾക്ക് വേണം. പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് കുട്ടികൾക്ക് വേണം. ഉറക്കത്തിൽ നിന്ന് അവര് നമ്മൾ ബ്രേക്ക് ചെയ്തൊക്കെ എഴുന്നേൽക്കുമ്പോ ഭയങ്കര കുറുമ്പും കാര്യങ്ങളായിരിക്കും, പ്രോപ്പർ ആയിരിക്കില്ല അവര്. അപ്പൊ the child must be allowed to get enough sleep and rest. എല്ലാ കുട്ടികൾക്കും enough sleepും റെസ്റ്റും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. This give rest to the body organs. നമ്മുടെ ബോഡി ഓർഗൻസിന് റെസ്റ്റ് ആണ്. ആൻഡ് the child feel fresh when waking up. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അവർക്ക് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഉണരാനായിട്ട് പറ്റും. ഒന്ന് ഉറങ്ങി കഴിയുമ്പോഴേക്കും അവര് നല്ല എനർജറ്റിക് ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ആണ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളുടെ മസിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും കൊടുക്കണം. അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, പ്ലേ ടൈം ഒക്കെ അലോ ചെയ്യണം. വീട്ടിൽ തന്നെ പിടിച്ചിരുത്തരുത്, പുറത്തുനിന്ന് പോകാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല ഒക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കുന്ന പാരന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളുടെ സൂപ്പർവിഷനിൽ, മുതിർന്നവരുടെ സൂപ്പർവിഷനിൽ കുട്ടികൾക്ക് പ്ലേ ടൈം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ ഫിസിക്കൽ മൂവ്മെന്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് നോക്കാട്ടോ. ബീങ് അറ്റ് ഗ്രോത്ത് ഏജ്, the preschool child is very active. നമുക്കറിയാം ഗ്രോത്ത് ഏജ്, വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ പ്രീസ്കൂൾ ചൈൽഡ് എന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. A good amount of physical activity and free play, of course, under adult supervision. നമ്മൾ ഗുഡ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അവരെ നമ്മൾ കളിക്കാനൊക്കെ വിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുതിർന്നവരൊരു ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ വേണം. എപ്പോ വേണമെങ്കിലും ആക്സിഡൻസും കാര്യങ്ങളും സംഭവിക്കാം. സോ നമ്മളുടെ കെയർഫുൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനിൽ നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടാം. സഫിഷ്യന്റ് മസിൽ ഡെവലപ്മെന്റ്, കുട്ടികളുടെ മസിൽ ഡെവലപ്മെന്റിന് എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ആൻഡ് ഹിൻഡർ ദ നോർമൽ ഗ്രോത്ത് ഓഫ് ദ ചൈൽഡ്.
ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ കുട്ടികളുടെ ഗ്രോത്തിനെ അത് ബാഡ് ആയിട്ട് തന്നെ അഫക്ട് ചെയ്യും. ദാറ്റ് റിസൾട്ട് ഇൻ ഗ്രോത്ത് റിഗ്രഷൻ ആൻഡ് മാൽ ഫങ്ഷനിങ് ഇൻ ലോങ് റൺ. ഗ്രോത്ത്, നമ്മുടെ കുട്ടികളുടെ ഗ്രോത്ത് പ്രോപ്പർ ആയിരിക്കില്ല. അതേപോലെ തന്നെ കുറെ നാൾ പോയി കഴിയുമ്പോൾ മാൽ ഫോർമേഷൻ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാനും മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഇന്നത്തെ സമൂഹം എന്ത് ചെയ്യാണ്, ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുക അല്ലെ. ഇനിയിപ്പോ ക്ലാസ് ആയിട്ട് വേണം വീണ്ടും സ്ക്രോൾ ചെയ്യാൻ അല്ലെ? അല്ലല്ല, ഓക്കെ. അങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല. നമ്മുടെ യങ്ങർ ജനറേഷൻ ഒരു 18 അല്ലെങ്കിൽ 16-17 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ പോലും, കുഞ്ഞു കുട്ടികളുടെ കയ്യിലുണ്ട് ഫോൺ, അത് വിട്ട് 16-17 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ പോലും ഫോണാണ്. അവർക്ക് ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു ജനറേഷൻ അതിന് തന്നെ അല്ലെ, മടിയന്മാരാ. കാരണം ഈ ഫോണുകൾ അവരെ അവിടെ എത്തിച്ചിട്ടിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്യുക, റീൽസ് കാണാം, അവർക്ക് ക്ഷമയില്ല. കണ്ടു നെക്സ്റ്റ് സ്ക്രോള്. കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ റീൽസും ഈ ഫോണും കൊടുക്കുന്നത് ഭയങ്കര ദോഷമാണ് കേട്ടോ. അവര് ഡീവിയേറ്റഡ് ആവാനായിട്ട് അത് വലിയൊരു കാരണമാണ്. അവർ ആ നോർമൽ പഠിക്കുന്ന രീതിയിൽ നിന്നോ അല്ലെങ്കിൽ ആ പഠന വൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക തടസ്സമാണ് ഈ മൊബൈൽ ഫോൺ. മാക്സിമം കുട്ടികളെ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാൻ നോക്കാം. എന്റെ മോനെ മൊബൈൽ ഫോൺ ഞാൻ കൊടുക്കൂലായിരുന്നു കേട്ടോ, മൊബൈൽ ഫോൺ കൊടുക്കൂല. പക്ഷെ ഞാൻ പോകുന്നതിന് ശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് അച്ഛൻ ഫോൺ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു. പിന്നെ അവൻ ആ ഫോൺ വേണം എന്നുള്ള രീതിയിൽ ഡിമാൻഡിങ് ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണിൽ എല്ലാവരുടെ ഫോണിലും ഇങ്ങനത്തെ ഇമേജ് ഇട്ടിരിക്കുകയാണ്. അവന് പേടിയാണ്, അതുകൊണ്ട് ഫോൺ വേണ്ട, എന്റെ ഫോണോ വേണോ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇമേജ് കാണിച്ചു കൊടുക്കും. അപ്പൊ അവന് പേടി. നമ്മൾ എന്തെങ്കിലും കാണിച്ച് അല്ലെങ്കിൽ ഇതേപോലത്തെ ഇമേജസ് കാണിച്ച് പേടിപ്പിക്കാം. പക്ഷെ ഒരുപാട് പേടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവന് അതും ദോഷമാണ്. ജസ്റ്റ് ഒറ്റ പ്രാവശ്യം കാണിച്ചാൽ മതിയില്ല, പിന്നെ ഇടയ്ക്കിടക്ക് പേടിപ്പിക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്ലേ ടൈം, നമ്മളും കുട്ടികളുടെ ഒപ്പം ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഒപ്പം ഒന്ന് കളിക്കാനൊക്കെ പറ്റുക, അതൊക്കെ നല്ലതാണ്. നമ്മൾ തമ്മിലുള്ള ബോണ്ട്, കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്ലേ ആക്ടിവിറ്റീസ് കാര്യങ്ങളും. ഓക്കെ, ദെൻ ഹൈജീൻ ആണ്. ഹൈജീൻ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലേ മുതൽ ശീലിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മള് ഹൈജീന്റെ കാര്യത്തിൽ നമ്മുടെ ഹാൻഡ് വാഷിങ്, ബാത്ത്, എന്താണ് നമ്മളുടെ നെയിലൊക്കെ പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ എന്തൊക്കെയാണ്, കോംബ്, നമ്മുടെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ കോംബ് ചെയ്യണം. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ തന്നെ ട്രെയിൻ ചെയ്യിക്കണം. പിന്നെ എങ്ങനെയാണ് അവരുടെ ഐസ്, എങ്ങനെയാണ് നോസ്, എല്ലാ കാര്യങ്ങളും ഇയേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ നിങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സിന്റെ സോങ് ചെയ്തിട്ടുണ്ടോ? ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ടോ? ആണോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഞാൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സിന്റെ സോങ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവർക്ക് ഈ ഹൈജീൻ ഹാബിറ്റ്സ് ഇങ്ങനെ അവരിൽ ക്രിയേറ്റ് ചെയ്യുക, ഹൈജീനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നോക്കാം. Personal and environmental cleanliness are important contributors to good health. നമ്മൾ ഫുഡ് മാത്രമല്ല പ്രോപ്പർ ആയിട്ട് എടുക്കേണ്ടത് ഹെൽത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസ്ഥിതിയും ചുറ്റുപാടും നമ്മളും നല്ല പേഴ്സണൽ ഹൈജീൻ ആയിരിക്കണം. ദിസ് ഡിമാൻഡ് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് ഓഫ് ദി ചൈൽഡ്. പ്രോപ്പർ ആയിട്ട് കുട്ടികൾ ഒരു ഏജ് കഴിയുമ്പോൾ ടോയ്ലറ്റ് കാര്യങ്ങളും ട്രെയിൻ ചെയ്യിക്കണം. കെയർ ഓഫ് ബോഡി ഓർഗൻസ് ലൈക്ക് ഐ, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയിലൊക്കെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ചിൽഡ്രൻ ഷുഡ് ബി ട്രെയിനിങ് ടു കീപ് ദെയർ ആംഗിൾ ആൻഡ് ജെന്റൽ ഏരിയ ക്ലീൻ. അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ടു വാഷ് ദെയർ ഹാൻഡ്സ് ക്ലിയർലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ എവറി ടൈം ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം സോപ്പും വെള്ളം ഉപയോഗിച്ച് എങ്ങനെ കൈ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതേപോലെ ജെന്റൽ ഏരിയയൊക്കെ നമ്മൾ അവരോട് പറയാം ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മൾ സ്വയം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതിനും കുഞ്ഞിക്കുട്ടിക്കായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ അവരോട് തന്നെ പറയാം നിങ്ങൾ എന്നെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഹൈജീൻ ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ കുട്ടികളിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്ന കുട്ടീനെ സംബന്ധിച്ച്. ഫുഡും വാട്ടറും കൊടുക്കണം,
ഫുഡും പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, റെസ്റ്റ്, ദെൻ ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്, ഹൈജീൻ. ഓക്കെ, ദെൻ നമ്മൾ വരുന്നത് ഇമോഷൻസിലേക്കാണ് അല്ലെ. ഇമോഷൻ, ദ റോൾ ഓഫ് ഇമോഷൻ. അതാണ് നിൽക്കട്ടെ, നമ്മൾ ഓരോ ഇമോഷനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആർക്ക് അഫെക്ഷൻ കിട്ടിയത്? അഫെക്ഷൻ ആരാണ്? ഇച്ച്. ഗോപികയാണോ? ആണ് മാം, ആണ് മാം. ഓക്കെ, അഫെക്ഷൻ എടുത്തോട്ടാ. ടോപ്പിക്കായി, ടോപ്പിക് ആയിട്ടുണ്ട് അഫെക്ഷൻ. സ്റ്റാർട്ട് ചെയ്തോ. ചിലപ്പോ എല്ലാ ടോപ്പിക്കും ചിലപ്പോൾ നമുക്ക് ഈ ആഴ്ച കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. നെക്സ്റ്റ് വീക്ക് ബാലൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ഈ ടോപ്പിക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അഫെക്ഷൻ എടുത്തോ ടോപ്പിക്ക. ഓക്കെ മാം. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ് അല്ലെ. അതായത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിസ്വാർത്ഥമായ വികാരമാണ് വാത്സല്യം എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ സ്നേഹമാണോ ഈ വാത്സല്യം എന്ന് പറയുന്നത്? ആണോ? സാധാരണ സ്നേഹമാണോടാ വാത്സല്യം? അല്ല, ഇതൊരു സാധാരണ സ്നേഹമല്ല. ഈ വാത്സല്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിബന്ധനകളില്ല, പിന്നെന്താണ്, പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ത്യാഗത്തിന്റെ നിറമുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ അതൊരു സാധാരണ സ്നേഹത്തിൽ ഉൾപ്പെടുന്നില്ല അല്ലെ. അപ്പോൾ വാത്സല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സാധാരണ സ്നേഹമല്ല, നിബന്ധനയില്ലാത്ത, പ്രതിഫലം പ്രതീക്ഷിക്കാത്ത, ത്യാഗത്തിന്റെ നിറമുള്ള ഒരു സ്നേഹമാണ്. നമ്മുടെ ബാല്യം മുതൽ അനുഭവിക്കുന്ന ആദ്യ സ്നേഹബന്ധമാണ് വാത്സല്യം, ആണല്ലോ അല്ലെ. നമ്മൾ ബാല്യകാലം മുതലേ നമ്മൾ വാത്സല്യം അനുഭവിക്കുന്നുണ്ട്. ആദ്യ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ മനോഹരമായ പ്രതീകം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ബാല്യം മുതലാണ് നമ്മൾ വാത്സല്യം അനുഭവിക്കുന്നത്. അതിന്റെ മഹത്തായ അല്ലെങ്കിൽ മനോഹരമായ പ്രതീകമാണ് ആര്? നമ്മുടെ അമ്മ അല്ലെ. അമ്മ അല്ലെ, അത് എല്ലാവർക്കും ആ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ആ വാത്സല്യം നമ്മളുടെ ഹൃദയത്തിൽ തുളുമ്പുകയാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് നമ്മളുടെ ഈ വാത്സല്യത്തിന്റെ ആരംഭിക്കുന്നത്. എനിക്ക് ചോദിക്കും, അച്ഛന് ഒരു റോളും ഇല്ലേന്ന്? ഉണ്ട്. അച്ഛൻ്റെ എന്ന് പറയുന്നത് ഒരു കരുതലാണ് അല്ലെ. അച്ഛന്റെ കൈകളിലുള്ള കരുതല്, അതും നമ്മളുടെ വാത്സല്യമാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുട്ടികളോടുള്ള എന്താണ്? സ്നേഹത്തെയാണ് വാത്സല്യം എന്ന് പറയുന്നത്. ഈ സ്നേഹം കുട്ടികളുടെ മനസ്സിൽ അവർക്കൊരു സുരക്ഷ ഒരുക്കുന്നുണ്ട്, ആത്മവിശ്വാസം, കരുണ എന്നിവ വളർത്തുന്നു, ആണല്ലോ. ഈ വാത്സല്യം ലഭിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ഓക്കെ, അവര് ഒരു സുരക്ഷിതമാണ് എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നേരിടാനുള്ള ആന്തരിക ശക്തിയാണ് വാത്സല്യം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ മാനസികമായും സാമൂഹികമായും ശക്തരാകുന്നതും അവർ സ്നേഹിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും പഠിക്കുന്നത് വാത്സല്യം എന്ന വികാരത്തിലൂടെയാണ്. വാത്സല്യം മനുഷ്യനെ നല്ലവനാക്കുന്ന ഒരു ശക്തി തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക ജീവിതത്തില് ജോലി തിരക്ക് മൂലമോ പല മറ്റു കാരണങ്ങൾ മൂലമോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടുള്ള ഷെയറിംഗ് ടൈം, അതായത് കുഞ്ഞുങ്ങളോട് സ്പെൻഡ് ചെയ്യേണ്ട സമയത്തില് കുറവാണ് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടാത്ത മാതാപിതാക്കളുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലിയും, അതായത് ഒരു 90% ഫാമിലീസും എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ അല്ലെങ്കിൽ 1 കുട്ടി അല്ലേ. അപ്പൊ അവിടെ എന്താണ്? മുത്തച്ഛൻ, മുത്തച്ഛി എന്നൊക്കെ പറയുന്ന ആ ഒരു സാമീപ്യം പോലും കുഞ്ഞുങ്ങളിൽ ലഭിക്കുന്നില്ല. ഇതുമൂലം വാത്സല്യം എന്ന വികാരം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലാതാവുകയാണ് ഇന്നത്തെ തലമുറകളിലാണ്. അതുമൂലം എന്താണ് നമ്മുടെ സമൂഹത്തിന് ലഭിക്കുന്നത്? കുറ്റകൃത്യങ്ങളും മനഃശാരീരിക പ്രശ്നങ്ങളും വർദ്ധിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളെ നമ്മൾ അധ്യാപന വൃത്തിയിലേക്ക് കടക്കുന്നവരാണ് അല്ലേ. നമ്മളുടെ മുന്നിൽ വരുന്നത് ആരാണ്? കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ വാത്സല്യത്തോടെ പെരുമാറുക, അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമുക്കും എന്താണ്? നമ്മളിൽ നിന്നും നല്ലൊരു വ്യക്തിത്വത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. വാത്സല്യം മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറയാണ്. അതിലൂടെ പല ബന്ധങ്ങളും നല്ല സമൂഹവും ഉണ്ടാകുന്നു. നാം വാത്സല്യം പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യണം.
ഇത്രയും മനോഹരമായ വികാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് വാത്സല്യം ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചവർക്ക് അത് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും നമുക്ക് സാധിക്കണം. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ ഗോപിക, നന്നായിട്ട് എടുത്തു കേട്ടോ വാത്സല്യത്തെ കുറിച്ച്. താങ്ക് യു മാം. നെക്സ്റ്റ് അനുമോള് ടോപ്പിക് ഹ്യൂമർ, തമാശ. തമാശ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തില് എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ് അല്ലെ. ഹ്യൂമർ അല്ലെങ്കിൽ തമാശ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നർമ്മം, ഹാസ്യം, പിന്നെ അങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട്. തമാശ എന്നത് മനുഷ്യ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ്. മനുഷ്യനെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സഹായിക്കുന്ന കഴിവിനെയാണ് നമ്മൾ തമാശ അല്ലെങ്കിൽ നർമ്മം എന്ന് പറയുന്നത്. ഇത് നമ്മെ ആശ്വസിപ്പിക്കുകയും പരസ്പരം മനുഷ്യർ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചിരി ജനിപ്പിക്കുന്ന ഏതെങ്കിലും വാക്ക്, സംഭവം, കഥ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഹ്യൂമർ. ഇത് മനസ്സിനെ ലഘൂകരിക്കുകയും സന്തോഷം പകരുകയും ചെയ്യുന്നു. നമ്മൾ ഉദാഹരണത്തിന് ഇന്നലെ നമ്മൾ അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു ഗെയിം ചെയ്തിരുന്നു അല്ലെ, ചൈനീസ് വിസ്പർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് വളരെ സന്തോഷകരമായിട്ട് ആയിരുന്നു ചെയ്തത്. എല്ലാവർക്കും നന്നായിട്ട് ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. മനസ്സ് തുറന്ന് എല്ലാവരും ചിരിച്ചു. എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളായാലും ധാരാളം ടെൻഷൻസും എല്ലാം അനുഭവിക്കുന്നവരാണ്. അപ്പൊ ക്ലാസ് മുറികളിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ കൊണ്ടുവരുന്നത് വഴി നമുക്ക് മാനസിക സമ്മർദ്ദം ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു. ഒരു പോസിറ്റീവ് ചിന്ത നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ക്ലാസ് റൂമുകളിൽ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത് വഴി. അതുപോലെ തന്നെ ദിവസേനയുള്ള സംഭാഷണങ്ങളിൽ നിന്ന് സിനിമകൾ, സോഷ്യൽ മീഡിയ, ക്ലാസ് മുറികൾ എന്നിവ വരെ ഹ്യൂമർ മനുഷ്യരുടെ ആശയവിനിമയത്തിനും ചിന്താഗതിയും സ്വാധീനിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ വളരെയധികം തമാശകളുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സിനിമയെ കൂടുതൽ ആകർഷകവും രസകരവുമാക്കുന്നു. കഥയിൽ വരുന്ന രസകരമായ സംഭാഷണങ്ങളും സംഭവങ്ങളും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നു. ഹാസ്യരംഗങ്ങൾ സിനിമയുടെ ഗൗരവഭരിതമായ ഭാഗങ്ങളെ സുന്ദരമാക്കി കാണിക്കുന്നു. അത് ബാലൻസ് ചെയ്യുന്നു നന്നായിട്ട്. നല്ല ഹാസ്യം സിനിമയെ വിജയത്തിലേക്ക് നയിക്കുന്നു. മലയാള സിനിമയിൽ നമ്മുടെ ഹാസ്യരാജാവ് എന്നറിയപ്പെടുന്ന ആരാ? മലയാള സിനിമയുടെ ഹാസ്യരാജാവ് അറിയാവോ ആർക്കേലും? ജഗതി. ശ്രീകുമാരൻ. ജഗതി ചേട്ടന്റെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരില്ലേ? അദ്ദേഹത്തിന്റെ സിനിമകളായിട്ടുള്ള യോധ, പിന്നെ അതൊക്കെ നമ്മൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും ചിരിക്കുന്ന കാര്യങ്ങളാണല്ലേ. അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറമൂട്, സലീം കുമാറിന്റെ കല്യാണരാമൻ സിനിമ, പിന്നെ തന്നെ നമുക്കൊരു ചിരി. അതാണ് മലയാള സിനിമയിലും മനുഷ്യ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ വഴിയായാലും നർമ്മം വഴിയാണെങ്കിലും നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും എല്ലാം സിനിമയിലൂടെ ഉള്ള ഹാസ്യരംഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സാഹിത്യത്തില് ഒരു ഹാസ്യരാജാവുണ്ട്. അതാരാന്നറിയാമോ? കുഞ്ഞുണ്ണി മാഷാണോ? കുഞ്ഞുണ്ണി മാഷുണ്ട്. പിന്നെ ഒരു സാഹിത്യകാരനുണ്ട്, രചയിതാവ്, വൈക്കം മുഹമ്മദ് ബഷീർ. അതെ, ബഷീർ. അദ്ദേഹത്തിന്റെ രചനകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സാധാരണക്കാരുടെ ഭാഷകളിലൂടെയാണ് അദ്ദേഹം എല്ലാ കഥകളും എല്ലാം എഴുതുന്നത്. നമ്മുടെ പാത്തുമ്മയുടെ ആട് വളരെ പ്രസിദ്ധമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കൃതിയാണ്, നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഹാസ്യം കൊണ്ടുള്ള രചനയിലൂടെയാണ്. പിന്നെ ലളിതവും സരസവുമായ ഭാഷയിലൂടെ എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം അല്ലെ. പിന്നെ കൂടാണ്ട് അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതകൾ, സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ച് അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് നമ്മൾ എപ്പോഴും എല്ലാക്കാലവും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ്. അതുപോലെ തന്നെയാണ് ക്ലാസ് മുറികളിൽ ഉണ്ടാകുന്ന ഇത്തരം തമാശകളും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ തമാശയുടെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രത്തോളം നമ്മൾ ആഴ്ന്നിറങ്ങി ചിന്തിക്കേണ്ടതൊന്നുമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു തമാശയിലൂടെ. തമാശ മനസ്സിനെ ശാന്തമാക്കുകയും
ഉല്ലാസം നൽകുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു. ശരിയായി ഉപയോഗിക്കുന്ന തമാശ സൗഹൃദപരമായ സംഭാഷണത്തിന് വഴിയൊരുക്കുന്നു. പിന്നെ ബന്ധങ്ങൾ ശക്തമാക്കുന്നു. ചിരി മനുഷ്യരുടെ വികാരപരമായ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് തമാശ എന്ന് പറയുന്നത്. പിന്നെ പഠനത്തെ വളരെ ആകർഷകമാക്കുന്നു. നമ്മളെല്ലാവരും ഭാവിയിലെ ടീച്ചേഴ്സാണ്. ഇപ്പോൾ ടീച്ചേഴ്സാണ് നമ്മൾ. അപ്പൊ നമ്മൾ ക്ലാസ് മുറികളിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തമാശകളൊക്കെ നമ്മൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പം അത് കുട്ടികളെ കൂടുതൽ നമ്മൾ ക്ലാസ്സിലേക്ക് ആകർഷിക്കുകയും നമ്മളിലേക്ക് ആകർഷിക്കുകയും പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കാനും അവർക്ക് വളരെയധികം കൗതുകമായിരിക്കും. ഓരോ തമാശകൾ വഴി ഓരോ കോമഡികൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കതൊരു കൗതുകമായിരിക്കും. കുട്ടികളുടെ പിന്നെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വളർത്തുന്നുണ്ട് ഈ തമാശകൾ. രസകരമായ അന്തരീക്ഷം പുതിയ ആശയങ്ങൾ പിറക്കാൻ സഹായിക്കുന്നു. പിന്നെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. തമാശ നിരാശയും സമ്മർദ്ദവും മറികടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ. അതുപോലെ തന്നെ തമാശയുടെ മനഃശാസ്ത്രം. ഇനി മനഃശാസ്ത്രപരമായിട്ട് തമാശ എന്തെന്നാൽ പറയുകയാണെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർ പ്രകാരം ഹ്യൂമർ ഒരു കോപ്പിയിങ് മെക്കാനിസമാണ്. കോപ്പിയിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം അതിജീവിക്കാനുള്ള മാർഗം എന്നാണ് കോപ്പിയിങ് മെക്കാനിസം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളെ ലഘുവായി കാണാനും അതുപോലെ തന്നെ മനസ്സിനെ പോസിറ്റീവായി ചിന്തിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ചിരി മനോശക്തി വർദ്ധിപ്പിക്കുന്ന എൻഡോർഫിൻ എന്ന രാസവസ്തുവിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എൻഡോർഫിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വഴി നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയാൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മനഃശാസ്ത്രപരമായിട്ട് തമാശ എന്ന് പറഞ്ഞത്. പിന്നെ തമാശ 2 രീതിയിലുണ്ട്. പോസിറ്റീവ് തമാശയുണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള തമാശ നമ്മൾ പറയുന്നത് എന്താ, ആത്മവിശ്വാസം നമ്മളെ വർദ്ധിപ്പിക്കുന്നു, സൗഹൃദം സൃഷ്ടിക്കുന്നു, പിന്നെ പ്രചോദനം നൽകുന്നു നമുക്ക്. നെഗറ്റീവ് ആയിട്ടുള്ള തമാശകൾ അത് പരിഹാസം, നിന്ദ അങ്ങനെയൊക്കെ ഉള്ള വഴിയുള്ളവയായിരിക്കും നെഗറ്റീവ്. പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തമാശകളുണ്ട്. പിന്നെ ജാതി, ലിംഗം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് തമാശകൾ പറയുന്നത്. പക്ഷെ നമുക്കത് വളരെ വേദനാജനകമായിട്ടുള്ള വയായിരിക്കും, നെഗറ്റീവായിട്ടായിരിക്കും നമ്മളെ അഫക്റ്റ് ചെയ്യുക. ടോട്ടലി പറയുകയാണെങ്കിൽ ഹ്യൂമർ വെറും തമാശയല്ല, അത് മനസ്സിനെ ശക്തമാക്കുന്ന, ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്ന, ജീവിതത്തെ ലളിതവും സന്തോഷകരവുമാക്കുന്ന ശക്തമായ സാമൂഹിക ഉപാധിയാണ്. ഇന്നത്തെ സമ്മർദ്ദഭരിതമായ ലോകത്ത് ഹ്യൂമർ മനുഷ്യ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു മരുന്ന് പോലെയാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഹ്യൂമർ മനുഷ്യർ തമ്മിൽ സന്തോഷവും സമാധാനവും പരത്തുന്ന ഒരു ശക്തിയായി മാറുന്നു. നമ്മൾ ടീച്ചേഴ്സാണ്. സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ കുട്ടികളെയും നല്ല ഹ്യൂമർ നിറഞ്ഞ, തമാശ നിറഞ്ഞ ക്ലാസ് റൂമുകളിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മള് ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ സ്മൈൽ ചെയ്തിട്ടാണ് ടീച്ചർ ക്ലാസ്സിൽ എടുക്കാൻ വരുന്നതെങ്കിൽ കുട്ടികൾ നമുക്ക് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഞാനിങ്ങനെ മുഖം വീർപ്പിച്ച് പിടിച്ചിട്ട് പറഞ്ഞു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാവില്ലല്ലോ, ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ ഫീൽ ചെയ്യില്ല. സോ നമ്മളെപ്പോഴും നല്ല സ്മൈലിംഗ് ഫേസോട് കൂടി നമ്മുടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം. അതേപോലെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ചെറിയ കുട്ടികളാണ്. നമ്മൾ ചെറിയ തമാശയും അതേപോലെ അവരുടെ ഇങ്ങനെ എന്താ പറയാ ഹൈഡ് ആൻഡ് സീക്ക് ചെറിയ ചെറിയ തമാശയും കളികളിലൂടെയും മാത്രമേ നമ്മൾ അവരുടെ അതിന്റെ ഫ്രണ്ട് ആവാം. ഫ്രണ്ടായിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യാം, പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികളെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഫ്രണ്ടായിട്ട് എന്ത് ചെയ്യണം, തുടങ്ങണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അവരുടെ ഫ്രണ്ട് ആവാൻ ശ്രമിക്കാം. ദെൻ അതിലൂടെ അവരെ നല്ല രീതിയിൽ നമ്മളായിട്ട് അടുപ്പിക്കാം. തമാശ അത് നല്ല ടൂളാണ്. ചെറിയ തമാശയൊക്കെ പറഞ്ഞ് അവരെ ചിരിപ്പിക്കുക. അതിലൂടെ നമുക്ക് അവരോട് കൂടുതൽ എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഫിയർ അല്ലേ? ആരാ ഫിയർ പറയുന്നേ? ഞാനാണ് പറയുന്നത്. ഓക്കെ, Good afternoon, everyone present here. Today we are gathered to discuss the topic that is a part of our every human life, fear. Fear is a natural emotion. It is body's way of warning us about danger. But very often fear does not come from real danger. It comes from our thoughts. Fear of failure, fear of rejection, fear of what others will say, fear of trying something new. Fear can do 2 things. It can stop us or it can shape us.
When fear stops us, we miss opportunities. Many people never realize their true potential because they are afraid to take the first step. But when we face our fears, we can grow stronger. Courage is not the absence of fear, it is doing something even when we are afraid. Fear also teaches us, it helps us understand our weakness and makes us more careful and responsible. But we must remember that fear should guide us, not control us. So, how do we overcome fear? By believing in ourselves, by preparing well, by taking small steps every day, by reminding ourselves that mistakes are part of learning. In conclusion, fear is not our enemy. It can challenge us that help us to discover our strength. Let us choose courage over fear and become the best version of ourselves. Thank you. Ma'am, phobia എടുക്കണോ? ആടാ ഫോബിയ പറയുന്നത്. ഓക്കെ മാം. ഫോബിയയുടെ അർത്ഥമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഫോബിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമും ഇറാഷണലും പെർസിസ്റ്റന്റ് ആയ ഫിയർ ആണ് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെയോ സിറ്റുവേഷനോ ആക്ടിവിറ്റി. It is stronger than normal fear and can make a person avoid certain things even if the danger is not real. Types of phobia. നമ്മൾ ഫോബിയ ഒരുപാട് ടൈപ്സ് ഉണ്ട്. Specific phobia, fear of particular object or situation. Examples: acrophobia, fear of heights. Arachnophobia, fear of spiders. Aphidophobia, fear of snakes. Nyctophobia, fear of darkness. അതെല്ലാവർക്കും അറിയാലോ. നമ്മൾ രാത്രി ലൈറ്റ് ഓഫ് ചെയ്താലൊക്കെ പേടിക്കുന്നവരുണ്ടാവും, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ? അതാണ് നിക്ടോഫോബിയ. പൈറോഫോബിയ, ഫിയർ ഓഫ് ഫയർ. ഫയറിന് പേടിയുള്ളവരുണ്ടാവില്ലേ? അതാണ് പൈറോഫോബിയ. സൂഫോബിയ, ഫിയർ ഓഫ് ആനിമൽസ്. ഓരോ മൃഗങ്ങളെ പേടിയുള്ളവരുണ്ടാവില്ലേ? അതാണ് സൂഫോബിയ. Social phobia, social anxiety disorder, fear of being judged, embarrassed, or watched by others. Example: fear of public speaking, fear of meeting new people, fear of crowds. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവും. നമ്മള് സ്പീച്ച് പറയാൻ പേടി. നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ പലരും മുന്നോട്ട് വരാൻ മടിക്കുന്നത് ഈ ഫിയർ ഉള്ളതുകൊണ്ടാണ്. Agoraphobia, fear of open or crowded places or places where escape may be difficult. Examples: fear of markets, fear of buses, trains, fear of large open spaces. Other common phobias: claustrophobia, fear of closed or small spaces. Trypanophobia, fear of injections or needles. Hydrophobia, fear of water. Thanatophobia, fear of death. Aerophobia, fear of flying. Thank you, ma'am. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഫോബിയ? ഫോബിയ ഈ ഹൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഫോബിയ ഹൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമുള്ള ആളാ. ഞാൻ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പേടിയുള്ള ആളാ. അതേപോലെ തന്നെ പിന്നെ എക്സ്കലേറ്റർ ഒക്കെ കയറാൻ ഭയങ്കര പേടി. അപ്പൊ ഹസ്ബൻഡിന്റെ ഒപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആള് പ്രിഫർ ചെയ്യുന്നത് എക്സ്കലേറ്ററോ ആയിരിക്കുള്ളൂ. പക്ഷെ എനിക്ക് പേടിയാണ് ഹൈറ്റ് കയറാൻ. ലാസ്റ്റ് വീക്കും കൂടി ഞങ്ങൾ തമ്മിൽ ഇതിന്റെ പേരിലൊരു ക്ലാഷ് ഉണ്ടായി. കാരണം ഞാൻ ലിസ്റ്റിലേ വരുള്ളൂ എന്ന് വാസിച്ച്. എനിക്ക് പേടിയാ, ഹൈറ്റ് ഭയങ്കര പേടി. എന്ന് വെച്ചാല് സാധാരണ നമ്മള് വീട്ടിലിപ്പോ ഞാൻ കയറി ശീലമായതുകൊണ്ട് സ്റ്റെയറിൽ കയറുന്നത് കുഴപ്പമില്ല. പക്ഷെ സ്റ്റെയർ കയറുന്നതും ഇറങ്ങുന്നതും എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ഞാൻ കയറി കഴിഞ്ഞാൽ കുറേ ടൈം ആവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങുള്ളൂ. വല്ലപ്പോഴൊക്കെ കയറുന്നുള്ളൂ. അതേപോലെ തന്നെ പുറത്ത് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഭയങ്കര പേടിയാണ്. സ്റ്റെപ്പ് കയറുന്ന പേടിയാണ്, സ്റ്റെയറുകൾ കയറുന്ന പേടിയാണ്. അതേപോലെ നമുക്ക് പരിചയമില്ലാത്ത എന്താ പറയാ ഫ്ലാറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ പേടി എന്ന് പറയുമ്പോ വിചാരിക്കും ആ പേടിയല്ലേ വിചാരിക്കും. നോർമലി അങ്ങനെയല്ല. ആ സമയം കൊണ്ട് ഞാൻ തണുക്കും. പിന്നെ ഭയങ്കരമായിട്ട് കൈയൊക്കെ ഇതാവും. തല കറങ്ങും. എനിക്കൊക്കെ തല കറങ്ങും. ഹൈറ്റ് പേടിയാളെ കൂടി കിട്ടിയിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര പേടി, കൈയും കാലൊക്കെ വരയ്ക്കും, കാലനങ്ങാത്ത പോലെ, കാലിന്റെ താഴത്ത് ഭയങ്കര എന്തോ പോലെ ഭയങ്കര ഭാരമൊക്കെ തോന്നും. ജസ്റ്റ് ആ ഒരു ഹൈറ്റിനോടുള്ള ഭയം കാരണമാണ് അത് വന്നത്. ഇത് എങ്ങനെ എന്റെ മനസ്സിലേക്ക് ഈ ഒരു ഫിയർ വന്നു എന്നുള്ളതും കൂടി ഞാൻ നോട്ട് ചെയ്യാം. ചെറുപ്പത്തിൽ ഞാൻ ഹൈറ്റിൽ വീണിട്ട് ഇവിടെ താടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു കുരിശിന്റെ സ്റ്റിച്ച് ഉണ്ട്. അപ്പം സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ചെറുപ്പത്തിലാണ്, 2.5 വയസ്സുള്ള സമയത്ത്. അപ്പം മുതൽ അമ്മ ഞാൻ ഹൈറ്റ് കയറാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറയുമായിരുന്നു, നീ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നീ വീണ് പോകും, സ്റ്റെയർ കയറില്ല, താഴത്തേക്ക് വീഴും, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് ഇടിഞ്ഞു വീഴും, നീ ശ്രദ്ധിക്കണം. അമ്മ പേടി അതായിരുന്നു അമ്മയുടെ. കാരണം അന്ന് അങ്ങനെ പറ്റിയല്ലോ, അതുകൊണ്ടുള്ള പേടി കാരണമാണ് അമ്മ എന്നോട് കാണിച്ചിരുന്നത്. അത് പിന്നീട് എന്റെ മനസ്സിൽ അങ്ങനെ സ്റ്റോറായി. ഞാൻ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ് പോകുമല്ലോ എന്നുള്ളൊരു ഫിയർ എന്റെ മനസ്സിൽ കുറേ നമ്മൾ ഇപ്പോഴും ഉണ്ട്. കറന്റ്ലി ഞാൻ വിചാരിച്ച ഒരു ഫിയർ ഒക്കെ മാറി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിചാരിച്ച സമയത്താണ് ഞാൻ ഈ ഫിയർ വീണ്ടും ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മള് ഒരു സ്ഥലത്ത് റിപ്പീറ്റ് പോവാണെങ്കിൽ അവിടുത്തെ ഹൈറ്റോ അല്ലെങ്കിൽ സ്റ്റെയറോ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ വേറെ എന്തെങ്കിലും നമ്മള് പുതിയതായിട്ടൊരു സ്ഥലത്ത് പോവാണെങ്കിൽ ആ ഫിയർ വീണ്ടും വരും. ഇപ്പൊ തന്നെ നമ്മുടെ ഹെഡ് ഓഫീസിൽ പോവാണെങ്കിൽ ഞാൻ സ്റ്റെയർ കയറുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്യും. എപ്പോഴും ലിഫ്റ്റ് യൂസ് ചെയ്യാറ്. കാരണം എനിക്ക് ഒത്തിരി പ്രാവശ്യം കയറി ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. മാക്സിമം ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യാനാണ് ചെയ്യാറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത്. ദെൻ അതേപോലെ തന്നെ ഈ ഫിയറിന്റെ കാര്യം പറഞ്ഞല്ലോ, പാരന്റ്സ് ആണ് ഈ ഫിയർ ആർക്ക് കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പാരന്റ്സ് ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും ഈ ഫിയറും കാര്യങ്ങളും കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൊക്കച്ചി വന്ന് പിടിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറയില്ലേ, അത് കുട്ടികളുടെ മനസ്സിലേക്ക് ആ ഒരു ഫിയർ ഇൻസ്റ്റോൾ ചെയ്യണം. അപ്പൊ ശ്രദ്ധിച്ചു വേണം അത് നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ആണ് ആങ്കർ, അല്ലെ? നെക്സ്റ്റ് പോയിന്റ് ആങ്കർ. നമുക്ക് ആവശ്യമുള്ള ദേഷ്യം, ആവശ്യമില്ലാത്ത ദേഷ്യം, അങ്ങനെ 2 രീതിയിൽ വരാം. കേൾക്കുന്നില്ലടാ. ഫോൺ കയ്യിലെടുത്തോ സൗണ്ട് കൂട്ടി കുറച്ച് ഞാൻ സൈലന്റ് ആവാം. കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. സൗണ്ട് ഉള്ള പോലെ തോന്നുന്നു. ഒന്ന് സംസാരിച്ച് കേൾക്കാം, എന്നാലും ഫാൻ ഇട്ടിട്ടില്ല. ഫോൺ കയ്യിലേക്ക് എടുത്ത് പിടിച്ച് കയ്യിലെടുത്തേക്കും ഇപ്പോ. പക്ഷെ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ്. ലെഫ്റ്റ് അടിച്ചിട്ട് കേറി നോക്കണോ? ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. എല്ലാവരും ഉണ്ടാവുക ഇത് നമ്മുടെ ഡിസ്റ്റർബൻസ് ആണെങ്കിലോ. എന്തോ ഞങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഇതിപ്പോ സംസാരിച്ചു നോക്കട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ദേഷ്യം നമ്മളിൽ 2 രീതിയിൽ വരാം, ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതും. ദേഷ്യം എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളുടെ മുതൽ നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുന്ന രോഗികൾ വരെ ദേഷ്യം കാണിക്കും. നമുക്ക് ദേഷ്യം വരുന്നത് കൂടുതലും വാശിയിൽ നിന്നും ഈഗോയിൽ നിന്നൊക്കെ ആയിരിക്കും ദേഷ്യം കൂടുതൽ വരാറ്. അതിൽ നിന്ന് നമ്മുടെ പല റിലേഷൻഷിപ്പ് തൊട്ട് നമ്മുടെ സമൂഹത്തിലെ പല ബന്ധങ്ങളിൽ വരെ വിള്ളലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. പിന്നെ ദേഷ്യം വരുമ്പോൾ നമ്മളിൽ സ്ട്രെസ് ഹോർമോണുകൾ പ്രവർത്തിക്കുകയും അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ടാകും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാനാകാതെ ദേഷ്യം വരും. നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമായ ദേഷ്യം വരാം. അതായത് കുഞ്ഞു കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാനും അത് വീണ്ടും ചെയ്യാതിരിക്കാനും നമുക്ക് കുട്ടികളെ ചെറുതായിട്ട് ദേഷ്യപ്പെടുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതൽ അവരോട് ദേഷ്യപ്പെടുകയോ ബുദ്ധിമുട്ട് കാണിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ നമ്മളോടുള്ള അടുപ്പം വരെ പോവുകയും നമ്മളോട് ഒരു ഇഷ്ടക്കുറവ് വരും. അതുകൂടാതെ നമുക്ക് അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു തോന്നല് കുഞ്ഞുങ്ങളിൽ വരും. വലിയവരിലാണെങ്കിൽ നമുക്ക് ഫാമിലിയിൽ തന്നെ ഒത്തിരി അകൽച്ചകൾ സംഭവിക്കാം.
പിന്നെ നമുക്ക് ദേഷ്യം അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല ഓർഗൻസും അമിതമായി പ്രവർത്തിക്കും. അതിലൂടെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വരെ നമുക്ക് കുറയാമെന്നാണ് പറയുന്നത്. കൺഫ്യൂസ് ചെയ്തോളാം. ടെൻഷൻ കയറുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഇല്ല, കുറെ ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ കിട്ടുന്നില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമോ? ടെൻഷൻ ആയിട്ടാണ് കൈയൊക്കെ വിറയ്ക്കുന്നു. ഇതൊക്കെയാണ് ഫോബിയ. ഫോബിയനെ കുറിച്ച് പറഞ്ഞില്ലേ? അതുപോലെ തണുപ്പ്. കുഴപ്പമില്ലടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ പ്രിപ്പയർഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, കൂടാണ് മാത്രം ഇട്ടു. ഇവിടെ എന്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങള് ഈ ഭയവും പേടിയൊക്കെ ഇവിടെ തന്നെ മാറ്റിയെടുത്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. ഓക്കെ, സൗണ്ട് ഒന്ന് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ് ഞാനാണ്. താങ്ക് യു മിസ് ഫോർ എ ബ്യൂട്ടിഫുൾ ക്ലാസ്. വി ലേൺ അ ലോട്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്ന് പഠിക്കാൻ പറ്റി. ഒരുപാട് പേര് ക്ലാസ് എടുത്ത് തന്നു. ഗോപിക ചേച്ചിയാണെങ്കിലും മനു ചേച്ചിയാണെങ്കിലും മെഡിയ, ഹസ്ന എല്ലാവരും ക്ലാസ് എടുത്ത് തന്നു. ഒരുപാട് നന്ദി. കൂട്ടുകാർക്കും അധ്യാപകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരണം. നന്നായിട്ട് പ്രസന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you.